പ്രിയമുള്ളവരെ, കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ നിക്ഷേപത്തുക മുഴുവനും സൊസൈറ്റി ഇപ്പോൾ തിരികെ നൽകി. 15 ലക്ഷം രൂപയാണ് നൽകിയത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, സാബുവിന്റെ മരണം വേണ്ടി വന്നു ഈ പണം ആ സൊസൈറ്റിക്ക് കൊടുക്കാൻ. മരണത്തിന് മുമ്പ് ഈ 15 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ സന്ദീപിന് ജീവനോടെ കാണുമായിരുന്നു. പക്ഷേ ആ വൈകൽ സന്ദീപിന്റെ ജീവനാണ് എടുത്തത്. മുഴുവൻ പൈസയും കൊടുത്തോ സൊസൈറ്റി, സന്ദീപ്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും ബാങ്കുമായിട്ടുള്ള പണമിടപാട് സംബന്ധിച്ച എല്ലാ ബാധ്യതകളും പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ തുക പറഞ്ഞാൽ 14,59,944 രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ആ പണം പൂർണ്ണമായും നൽകിയിരിക്കുന്നു. ഇന്നലെ നേരിട്ട് വീട്ടിലെത്തുകയായിരുന്നു ഈ ബോർഡ് അംഗമായിട്ടുള്ള KM ചന്ദ്രൻ. ഒപ്പം ഇപ്പോൾ ബാങ്കിന്റെ സെക്രട്ടറി ഇൻചാർജ് ആയിട്ടുള്ള സന്ധ്യാമോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബോർഡ് മെമ്പർമാരും ജീവനക്കാരുമാണ് വീട്ടിലേക്ക് നേരിട്ടെത്തിയത്. അവിടെ എത്തിയതിനു ശേഷം ഈ ബാങ്കിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം നൽകേണ്ട പൂർണ്ണമായും തുകയും ഫെഡറൽ ബാങ്കിന്റെ ഈ കുടുംബത്തിന്റെ പേരിലുള്ള ഫെഡറൽ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയാണ് ചെയ്തത്. ഈ 59,944 രൂപയും അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ബാങ്കുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇന്നലെ കൊണ്ട് പൂർണ്ണമായും തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പണമിടപാട് സംബന്ധിച്ച ഒരു ഇടപാടും ഇനി നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ അല്പം മുമ്പ് KM ചന്ദ്രനുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായിരുന്നാലും ഒരു 2 ലക്ഷം രൂപയുടെ ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എങ്കിൽ ആ 2 ലക്ഷം രൂപ നൽകുന്നതിന് പകരം ഇപ്പോൾ സാബുവിന്റെ മരണത്തിന് ശേഷം 15 ലക്ഷത്തോളം രൂപ പൂർണ്ണമായും തിരികെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെ സാബുവിന്റെ അമ്മയും മരണപ്പെട്ടിരിക്കുന്നു. ത്രേസ്യാമ്മ തോമസ് 90 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ആ അമ്മ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുമ്പോൾ ആയിരുന്നു സാബു പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിലേക്ക് എത്തിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ലക്ഷം രൂപ അന്ന് കൊടുത്തിരുന്നെങ്കിൽ സാബുവിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഭാര്യ ഒരു വശത്ത് എമർജൻസി സർജറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിന് 2 ലക്ഷം രൂപ വേണമെന്നുള്ളതായിരുന്നു സാബുവിൻ്റെ ആവശ്യം ന്യായമായിരുന്നു. 15 ലക്ഷത്തോളം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 2 ലക്ഷം രൂപ ചോദിച്ചത്. പക്ഷേ പൈസ കൊടുക്കാതെ അവഹേളിച്ചു എന്നതാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ആ വിഷയത്തിൽ ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്കടുത്ത് അപൂർണമായ തുകയും സൊസൈറ്റി ഇപ്പോൾ സാബുവിന് തിരികെ നൽകി. അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുക, സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ട് മാത്രമല്ല JCB കൊണ്ടെടുത്തിരിക്കുകയാണ് സൊസൈറ്റി. ഒരു മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്.